അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫിഖ് വിഷയത്തിൽ നിന്ന് വന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇടതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നിന്നും ഇങ്ങോട്ട് എഴുതിയെടുക്കുക. ഒന്ന്, ഫാത്തിഹയ്ക്ക് ശേഷം പറയണം. എന്താണ്? ആമീൻ. 2, നിസ്കാരം ഇരുന്നും ചെയ്യാം. ആർക്കാണ് നിസ്കാരം ഇരുന്നും ചെയ്യാൻ പറ്റുന്നത്? നിൽക്കാൻ കഴിയാത്തവർക്ക്. 3, മക്കയിലുള്ള കഅബയാണ് നമ്മുടെ ഡാഷ് ഖിബ്ല. 4, ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ്? 5 ആകുന്നു. 5-മത്തത് 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ ഡാഷ് കൽപ്പിക്കണം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ശരി അടയാളപ്പെടുത്താനാണ് കേട്ടോ. 1, വഅഫിനി ഫീമൻ ഡാഷ്. ഏതാണ് യോജിച്ചത്? ആഫൈത്ത എന്നാണോ ആഫൈത്ത എന്നാണോ? ഒന്ന് ഹാഫൈത്ത എന്നുണ്ട്, രണ്ടാമത്തത് ആഫൈത്ത എന്നുണ്ട്. ഇതിൽ ശരിയായത് രണ്ടാമത്തതാണ്, ആഫൈത്ത, ഐനാണ്. 2, അല്ലാഹുമ്മ ഗ്ഫിർലി ഡാഷ്. മാ ഖദ്ദംതു എന്നാണോ മാ ഖദ്ദംതു എന്നാണോ? മാ ഖദ്ദംതു എന്നുണ്ട്, മാ ഖദ്ദംതു എന്നുണ്ട്. ശരിയായത് രണ്ടാമത്തതാണ്, മാ ഖദ്ദംതു. കാഫല്ല, ഖാഫാണ്. 3-മത്തത് 7 അവയവങ്ങൾ നിലത്ത് വെച്ചാണ് ഡാഷ് റുക്കൂ ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്. ഇതിൽ ശരിയായത് സുജൂദ് ചെയ്യുന്നത്. 4, ഫാത്തിഹയുടെ മുമ്പ് എന്ത് ചെയ്യണം? ആമീൻ പറയണം. 2, അഊദു ഓതണം. ഇതിലേതാണ് ശരി? ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതലാണ്. 5, ആദ്യത്തെ 2 റക്അത്തുകളിൽ ചെയ്യേണ്ടത് എന്താണ്? ഓരോ സൂറത്ത് ഓതുന്നു അതോ 3 സൂറത്ത് ഓതുന്നു? ശരിയായത് ഓരോ സൂറത്ത് ഓതുന്നു. 6, 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് ബാങ്കും ഇഖാമത്തും എന്താണ്? നിർബന്ധമാണ്, സുന്നത്താണ്. ശരിയായത് സുന്നത്താണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1, റബ്ബി ഗ്ഫിർ വർഹം റബ്ബി ഗ്ഫിർ വർഹം വ അൻത ഡാഷ്. റബ്ബി ഗ്ഫിർ വർഹം വ അൻത അർഹമുർ റാഹിമീൻ. 2, വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തി ഡാഷ്. വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 3, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ഡാഷ് 3 പ്രാവശ്യം ചൊല്ലുന്നു. 4-മത്തത് 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ബാങ്ക് ഡാഷ് സുന്നത്തില്ല. 5, നിസ്കാരത്തിലെ നിയ്യത്ത് ളുഹ്റാണെങ്കിൽ ഉസല്ലി ഡാഷ്. ളുഹ്റിൻ്റെ നിയ്യത്താകുമ്പോൾ എങ്ങനെയാണ്? ഉസല്ലി ഫറളൽ ളുഹ്രി. അസ്റാണെങ്കിൽ ഉസല്ലി ഫറളൽ അസ്രി. അവിടെ നിസ്കാരങ്ങളുടെ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം.
ഒന്ന്, റുക്കോയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉയരേണ്ടത്? റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് പറഞ്ഞാണ് ഉയരേണ്ടത്, അല്ലാതെ റുക്കോയിന് ശേഷം എന്താണ് ചൊല്ലേണ്ടത് എന്നല്ല. സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇത് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? എഴുന്നേൽക്കേണ്ടത് റുക്കോയിൽ നിന്ന്. 2, നിസ്കാരത്തിലെ സലാമിൻ്റെ വചനം ഏതാണ്? സലാം വീട്ടുന്നതിൻ്റെ വചനം, അതായത് സലാം വീട്ടുമ്പോൾ എന്താണ് ചൊല്ലാറ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 3, നിസ്കാരത്തിൽ ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? എപ്പോഴാണ് ഒരാൾക്ക് ഒരു റക്അത്ത് ലഭിക്കുക? ഉത്തരം, 2ാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി. 4, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ഉത്തരം, പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും. അവസാന പ്രവർത്തനമാണ് ഇനി നോക്കാനുള്ളത്. പൂരിപ്പിക്കാം. 1, പള്ളികളിൽ കാണുന്ന ഡാഷ് ഖിബിലക്ക് നേരെയാകുന്നു. ശരിയായത്, പള്ളികളിൽ കാണുന്ന മിഹ്റാബ് ഖിബിലക്ക് നേരെയാകുന്നു. 2, വുളൂഇൽ ചെവി രണ്ടും ഡാഷ് തവണ തടവണം. വുളൂഇൽ ചെവി രണ്ടും ഒന്നിച്ചു 3 തവണ തടവണം. 3, വുളൂ ചെയ്യുന്ന വെള്ളം ഡാഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വുളൂ ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. 4, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ഡാഷ് നീങ്ങാം. ഭ്രാന്ത്, ബോധക്ഷയം, മത്ത് മുതലായവ കൊണ്ട് ബോധം നീങ്ങാം. ഇതോടുകൂടെ 2ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിൻ്റെ മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചു.